friends, Assalamualaikum. Welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ ഈ ഫ്ലവേഴ്സ് ഒക്കെ കോട്ടൺ വെച്ചിട്ടാണ് ട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കണം നോക്കാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം ട്ടോ. നാളെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ഇതിലെ തണ്ടുകളും ഇലകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിലുള്ള തണ്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലെ ലീവ്സ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള ഈ ഒരു കെട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലേസി സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലുള്ള ഫ്ലവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോട്ടനാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ കോട്ടൺ എടുക്കുമ്പോൾ റൗണ്ടിൻ്റെ സൈസിനനുസരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് കോട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൗണ്ടിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഇതുപോലെ നീഡിലൊന്ന് പൊക്കിയെടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു പഞ്ഞിയിൽ കുത്തിയിട്ട് ഈ റൗണ്ടിൻ്റെ സെൻട്രലായിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം.
നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് ഇതുപോലെ നീഡിൽ നിന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു പഞ്ഞിയിൽ കുത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. ഇതുപോലെ നമുക്കൊരു 6 പ്രാവശ്യം ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.